Hi friends, welcome to Englu. Today we are going to talk about a different topic. 5 വർഷമായിട്ട് ഞാനിവിടെ താമസിക്കുകയാണ്. 2018 മുതൽ അവൾ അമേരിക്കയിൽ പഠിക്കുകയാണ്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമുക്ക് പറയണ്ടേ ഇംഗ്ലീഷിൽ. ഫോർ എന്നും സിൻസ് എന്നും നമ്മൾ കേട്ട് കാണും. ഫോർ ഓർ സിൻസ്, അതുപോലെ ഹാവ് ബീൻ ചേർത്തുകൊണ്ടാണ്, ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം സെൻറ്റൻസുകൾ പറയുന്നത്. എങ്ങനെയായിരിക്കും? ഐ എന്ന വാക്കിൻ്റെ കൂടെ ഹാവ് എന്നാണ് ചേർക്കാറുള്ളത്, അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ ഹാവ് പ്ലസ് ബീൻ, ഐ ഹാവ് ബീൻ. 5 വർഷമായിട്ട് ഞാനിവിടെ താമസിക്കുകയാണ്, അതല്ലെങ്കിൽ താമസിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അത് ഇംഗ്ലീഷ് ആക്കുന്നത്? I have been living here. പിന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർ ഓർ സിൻസ്. ഫോർ എന്ന വാക്ക് ഇവിടെയാണ് ഉപയോഗിക്കുന്നത്. ഫോർ 5 years, 5 വർഷമായിട്ട്. ഫോർ 5 years. I have been living here for 5 years. Got it? സിമ്പിളാണ്. ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ, ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും വരുന്നത്. ഐ ആവുമ്പോൾ സ്വാഭാവികമായും ഹാവ് ബീൻ ആണ് വരുന്നത്. ഹാവ് ബീൻ. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ 5 വർഷമായിട്ട്. ഫോർ 5 years. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 5 years. റൈറ്റ്? 2018 മുതൽ അവൻ അമേരിക്കയിലാണ് പഠിക്കുന്നത്, ഓർ അവൻ അമേരിക്കയിൽ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. മലയാളത്തിൽ നമുക്കതിൻ്റെ മീനിങ് എന്തും പറയാം, പക്ഷേ ആ കോണ്ടക്സ്റ്റ് നോക്കിയിട്ടാണ് നമ്മളത് തീരുമാനിക്കേണ്ടത്. 2018 മുതൽ, അവൻ 2018 സ്റ്റാർട്ട് ചെയ്തതാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ഹീ ആണല്ലേ അവൻ. ഹീ ആവുമ്പോൾ ഹാവ് ആണോ ഹാസ് ആണോ? ഹാസ് ആയിരിക്കും. ഹീ ഹാസ് ബീൻ studying in America. He has been studying in America. കൃത്യമായൊരു സമയമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോർ ആണോ സിൻസ് ആണോ ചേർക്കേണ്ടത്? സിൻസ് ആയിരിക്കും. 2018 മുതൽ. സോ he has been studying in America since 2018. Since 2018. അപ്പോൾ ഫോറും സിൻസും ചേർക്കുന്നിടത്തുള്ള വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. 5 years, 5 വർഷമായിട്ട്. അത് നമ്മളൊരു കൃത്യമായ സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. 5 വർഷമായിട്ട് അവിടെ പഠിക്കുകയാണ്, അപ്പോൾ നമ്മൾ ഫോർ ചേർത്തു. അതേസമയം 2018 മുതൽ, 2017 2018 മുതൽ, ഇത് മുതൽ 2018 ജാനുവരി മുതൽ, അതല്ലെങ്കിൽ ജൂൺ മുതൽ എന്നൊക്കെ പറയുമ്പോൾ സിൻസ്. He has been studying in America since 2018. He has been studying in America since 2018. 2018 മുതൽ അവൻ അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 വർഷമായിട്ട് അവൻ അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അപ്പോൾ? He has been studying in America for 4 years. He has been studying in America for 4 years. 4 വർഷമായിട്ട് അവൻ അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2017 മുതൽ അവൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, കൊണ്ടേയിരിക്കുന്നു എന്നൊക്കെ മലയാളത്തിൽ പറയും. 2017 തുടങ്ങി ഇപ്പോഴും അത് കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ്. ഓക്കെ, 2017 മുതൽ, സിൻസ് 2017 അല്ലേ? She has been studying. She has been working. Studying അല്ല, working. She has been working there. She has been working there since 2017. She has been working in London since 2017. Okay. 2017 മുതൽ അവൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 വർഷമായി ഞങ്ങൾ ഈ ഹോസ്റ്റലിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. 2 വർഷമായി ഞങ്ങളിവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും പറയുന്നത്? വി ആണല്ലേ, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. വി ഹാവ് ബീൻ. വി ആവുമ്പോൾ ഹാവ് പ്ലസ് ബീൻ.
വി ഹാവ് ബീൻ. ഹാവ് ബീനും ഹാസ് ബീനും വരുമ്പോൾ പിന്നെ വരുന്ന വേർബിൻ്റെ കൂടെ ഐ എൻ ജി ആണ് വരുന്നത്. ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ വേർബ് പ്ലസ് ഐ എൻ ജി, അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ. വി ഹാവ് ബീൻ സ്റ്റേയിങ് ഹിയർ, താമസിക്കുകയാണ്, സ്റ്റേയിങ് ഹിയർ. വി ഹാവ് ബീൻ സ്റ്റേയിങ് ഹിയർ for 2 years. We have been staying here in this hostel for 2 years. We have been staying in this hostel for 2 years. എങ്ങനെയും പറയാം. സോ 2 വർഷമായി, 5 വർഷമായി, for 2 years, for 5 years. 2017 മുതൽ 18 മുതൽ എങ്ങനെയാണ്? Since 2017, since 2018, since 2020, right? Since January 31st, ജനുവരി 31 മുതൽ. ഓക്കെ, അപ്പോൾ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടേയിരിക്കുന്നു എന്നൊക്കെ മലയാളത്തിൽ പറയാവുന്ന, നേരത്തെ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂസായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ. ഹോപ്പ് യു ഗോട്ട് ഇറ്റ് ക്ലിയർലി. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.